നമസ്കാരം. ഇന്ത്യയെ വെല്ലുവിളിച്ച് അധികാരത്തിലെത്തിയ മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിന് ബംഗ്ലാദേശിൽ കാലിടറുകയാണ്. ബംഗ്ലാദേശിൽ ഓരോ ഭാരതീയനെയും തിരഞ്ഞുപിടിച്ച് മണ്ട അടിച്ചു പൊട്ടിക്കുകയും ഹിന്ദു ക്ഷേത്രങ്ങളും അവിടുത്തെ പൂജാരിമാരെയും തല്ലിച്ചതയ്ക്കുകയും കൊല്ലുകയും ചെയ്ത മുഹമ്മദ് യൂനിസ് എന്ന കൊടും കുറ്റവാളിക്ക് ബംഗ്ലാദേശിന്റെ അടിത്തറ തകർത്ത് തരിപ്പണമാകുന്നു, കിടന്ന് നിലവിളിക്കുന്നു. പട്ടാളക്കാരടക്കം ബംഗ്ലാദേശിലെ ആർമികളടക്കം മുഹമ്മദ് യൂനിസിനെതിരെ തിരിഞ്ഞിരിക്കുന്നു. ഭാരതത്തെ തകർത്ത് കളയുമെന്നൊക്കെ ഭീഷണി മുഴക്കി മുഹമ്മദ് യൂനിസ് ഓരോ ദിവസം കഴിയുമ്പോഴും മുഹമ്മദ് യൂനിസ് ചക്രശ്വാസം വലിക്കുകയാണ്. ഒരർത്ഥത്തിൽ ബംഗ്ലാദേശ് ഇപ്പോൾ ICUവിലാണ്. പാകിസ്ഥാനെ കൂട്ടുപിടിച്ച് ഭാരതത്തെ ആക്രമിക്കുമെന്ന് യൂനിസ് ഒരു ഭീഷണി മുഴക്കിയിരുന്നു. എങ്കിലും ഭാരതത്തിന്റെ ഒരു രോമത്തിൽ പോലും തൊടാൻ മുഹമ്മദ് യൂനിസിന് സാധിച്ചിട്ടില്ല. എന്തിന്? ഭാരതത്തിന്റെ സംരക്ഷണത്തിലുള്ള ഷേഖ് ഹസീനയെ പോലും മുഹമ്മദ് യൂനിസിന് തിരിച്ചു പിടിച്ച് ബംഗ്ലാദേശിൽ കൊണ്ടുവന്ന് ജയിലിലിടാൻ പോലും കഴിഞ്ഞിട്ടില്ല. കാരണം എങ്ങാനും മുഹമ്മദ് യൂനിസ് ഇന്ത്യയുടെ അതിർത്തിയിലെത്തിയാൽ തിരിച്ചു പോകുന്നത് മൃതശരീരമായിട്ടായിരിക്കുമെന്ന് മുഹമ്മദ് യൂനിസിന് നല്ല പോലെ അറിയാം. പട്ടാളക്കാരും മുഹമ്മദ് യൂനിസും തമ്മിൽ നീണ്ട കാലം ഒരു യുദ്ധത്തിലാണ്. അതായത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവർ ഒരു പ്രശ്നത്തിൽ നിൽക്കുകയാണ്. നിലവിൽ ഇന്ത്യയുടെ സഹായം കൂടിയേ തീരുള്ളൂ എന്നൊരു നിലയിൽ ആ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ബംഗ്ലാദേശ് എത്തി നിൽക്കുകയാണ് എന്നതാണ് വസ്തുത. ഓരോ ദിവസവും കഴിയുന്തോറും ബംഗ്ലാദേശിൽ സ്ഥിതിഗതികൾ അശാന്തമായതോടെ വിദേശ നിക്ഷേപകർ ബംഗ്ലാദേശിനോട് വിട പറയുകയാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നൂറുകണക്കിന് വിദേശ കമ്പനികളാണ് രാജ്യം വിട്ടത്. ടെക്സ്റ്റൈൽ മേഖലയിലേക്കും അതോടൊപ്പം പ്രതിസന്ധി വ്യാപിച്ചതോടെ തൊഴിൽ രംഗത്ത് മുമ്പെങ്കുമില്ലാത്ത സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് ബംഗ്ലാദേശിലുള്ളത്. ഏഷ്യൻ സമ്പദ് വ്യവസ്ഥകളിലെ അതിവേഗ വളർച്ചയിൽ നിന്ന് തലകുത്തി വീണ അവസ്ഥയിലാണ് യുനെസിന്റെ കീഴിൽ മതമേധാവിത്വമുള്ള ഭരണകൂടം. അധികാരത്തിലെത്തിയതു മുതൽ രാജ്യത്തെ മതവെറിയന്മാരെ പ്രീണിപ്പിക്കുന്ന സമീപനമായിരുന്നു യുനെസിൽ നിന്നുണ്ടായത്. രാജ്യാന്തര തലത്തിൽ ബംഗ്ലാദേശിന്റെ പ്രതിച്ഛായ ഇതുമൂലം ഇടുകയും ചെയ്തു. സൈന്യവുമായി ഇടഞ്ഞതോടെ മുഹമ്മദ് യൂനിസ് ശരിക്കും നടുക്കടലിൽ അകപ്പെട്ടിരിക്കുകയാണ്. തൊഴിൽ രംഗത്ത് വലിയ രീതിയിലൊരു മാന്ദ്യം രൂപപ്പെട്ടതോടെ യുനെസിനായി വാദിച്ച വിദ്യാർത്ഥി പിന്തുണയും നഷ്ടപ്പെട്ടു. വിദ്യാർത്ഥികളെല്ലാം യുനെസിന് എതിരെ പ്രതിഷേധിക്കാൻ തുടങ്ങി. ഇന്ത്യയെ മഴപ്പെടുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഹരിവങ്ക മാമ്പഴം, അതായത് ബംഗ്ലാദേശിൽ മാത്രം കഴിക്കുന്ന ഒരു പ്രത്യേകതരം മാമ്പഴമാണ്. അത് 1-2 കിലോ അല്ല, 1000 കിലോയോളം വരും മാമ്പഴം ബംഗ്ലാദേശിൽ നിന്ന് മുഹമ്മദ് യൂനിസ് മോദിക്കായി കൊടുത്തയച്ചിരിക്കുകയാണ്. ഭരണത്തലവന്മാർ തമ്മിൽ ഇത്തരം നയതന്ത്ര സൗഹൃദങ്ങൾ പതിവുള്ളതാണ്. യുനെസ് അധികാരത്തിലെത്തിയ ശേഷം ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു നീക്കം എന്നതാണ് സവിശേഷമായ ഒരു ശ്രദ്ധ ആകർഷിക്കുന്നത്. ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് ബംഗ്ലാദേശിനെ ചേർത്ത് പിടിക്കാൻ ഇന്ത്യ ശ്രദ്ധിച്ചിരുന്നു. അവരെ അധികാരഭ്രഷ്ടിയാക്കിയതോടെ അയൽ രാജ്യത്തോട് വലിയ മമത ഇന്ത്യക്കുമില്ല. പാകിസ്ഥാനുമായി ചങ്ങാത്തം കൂടാൻ യുനെസ് ഒരു ശ്രമം നടത്തിയിരുന്നു. എന്നാൽ സാമ്പത്തികമായി നടുക്കടലിലായ പാകിസ്ഥാനുമായി കൂട്ടുകൂടുന്നതിൽ വലിയ നേട്ടമില്ല എന്ന തിരിച്ചറിവിലാണ് ബംഗ്ലാദേശ് ഇപ്പോൾ. മാമ്പഴ നയതന്ത്രത്തിലേക്ക് വഴി തുറന്നതും ഈ ഒരു ബോധ്യം ബംഗ്ലാദേശിന്റെ തലയിൽ ഉദിച്ചതോടെയാണ്. ഇന്ത്യയെ കൂട്ടുപിടിച്ചാൽ എന്തെങ്കിലുമൊക്കെ നേട്ടം ബംഗ്ലാദേശിന് കിട്ടുമെന്ന് അവർക്ക് ഇതോടെ മനസ്സിലായി. പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രങ്ങളിലും തീവ്രവാദ ക്യാമ്പുകളിലും കടന്നാക്രമണം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യ വിരുദ്ധ പ്രസംഗങ്ങൾ യുനെസും അതോടൊപ്പം യുനെസിന്റെ പങ്കാളികളും കാര്യമായി നടത്തുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. യുനെസിനെ പണ്ടേ US പ്രസിഡന്റിന് കണ്ണടത്താൻ കണ്ടുകൂടാ. കഴിഞ്ഞ ദിവസം ചില രാജ്യങ്ങൾക്കുള്ള താരിഫ് പ്രഖ്യാപിച്ചപ്പോൾ അതിൽ ബംഗ്ലാദേശിനെ ഉൾപ്പെടുത്താനും US മറന്നില്ല. ഓഗസ്റ്റ് 1 മുതൽ 35% തീരുവയും 10% അടിസ്ഥാന തീരുവയും ഉൾപ്പെടെ US-ലേക്കുള്ള കയറ്റുമതിക്ക് 45% തീരുവയാണ് ബംഗ്ലാദേശ് കയറ്റുമതിക്കാർ നൽകേണ്ടത്. ഇതോടെ അമേരിക്കയിലേക്കുള്ള കയറ്റുമതി നിർത്തിവെക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ടെക്സ്റ്റൈൽ കമ്പനികൾ. ബംഗ്ലാദേശിന്റെ മൊത്തം കയറ്റുമതിയുടെ 80%-ലേറെയും ടെക്സ്റ്റൈൽ ഉത്പന്നങ്ങളാണ്. GDP-യുടെ 10%-ലേറെ സംഭാവനയും ഈ രംഗത്ത് നിന്നാണ്. യുനെസ് വന്നതിന് ശേഷം തലതിരിഞ്ഞ നയങ്ങൾ മൂലം ആയിരക്കണക്കിന് ഫാക്ടറികളാണ് പൂട്ടിപ്പോയത്. പുതിയ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കുമെന്നറിയാതെ അവസ്ഥയിലാണ് ബംഗ്ലാദേശിലെ ഭരണകൂടം ഇപ്പോൾ. അതുകൊണ്ടാണ് ഇന്ത്യയെ ഒന്ന് സോപ്പിടാൻ വേണ്ടി, ഒന്ന് സുഖിപ്പിക്കാൻ വേണ്ടി കുറച്ച് മാമ്പഴങ്ങൾ, കിലോ കണക്കിന് മാമ്പഴങ്ങൾ ഇന്ത്യയിലേക്ക് കൊടുത്തുവിട്ടത് ബംഗ്ലാദേശ്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്.